വീണ്ടും ഹിന്ദു വിരുദ്ധതയുമായി CPM. തിരുവനന്തപുരത്തെ പുരാതനമായ നാഗർകാവ് വെട്ടിത്തെളിച്ച് CPM നേതാവ്. വട്ടിയൂർക്കാവ് കാച്ചാണിയിലെ കൈതറക്കോണംകാവ് നശിപ്പിച്ചത് ചെറിയകൊണ്ണി വാർഡ് മെമ്പർ മധു. കാവിലെ നാഗവിഗ്രഹങ്ങൾ CPM നേതാവ് അപഹരിച്ചുവെന്നും പരാതിയുണ്ട്. ജനം ബ്രേക്കിംഗ്. വട്ടിയൂർക്കാവ് കാച്ചാണിയിലെ കൈതറക്കോണത്തെ നാഗർകാവിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എല്ലാ മാസവും ആയില്യ പൂജ നടത്തുന്ന അതിപുരാതനമായ കാവ്. ഈ കാവ് CPM ചെറിയകുണ്ണി വാർഡ് മെമ്പർ മധു വെട്ടിത്തെളിച്ചതായാണ് പരാതി. കാവ് സമീപമുള്ളതിനാൽ സ്വന്തം സ്ഥലം വിൽക്കാൻ കഴിയാത്തതാണ് CPM നേതാവിനെ ചൊടിപ്പിച്ചത്. കാവിലെ നാഗവിഗ്രഹങ്ങൾ CPM നേതാവ് തകർത്തെന്നും പരാതിയുണ്ട്. ഇത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു കാവാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇത് ഇവിടെ പൂജയും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു ബ്രാഹ്മണ കുടുംബത്തിൻ്റെ സ്ഥലമാണ്. 2 ഏക്കർ 20 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അതിൽ അവർ 2 ഏക്കർ വിറ്റു 20 സെൻറ്റ് കാവിലത്തേക്ക് വേണ്ടി മാറ്റിയിട്ടു. ഇപ്പോൾ 20 സെൻറ്റ് മാറ്റിയിട്ടിരുന്ന സ്ഥലത്ത് ഇപ്പം ഇതിൽ 10 സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ചെറിയകൊണ്ണി CPMൻ്റെ ചെറിയകൊണ്ണി വാർഡ് മെമ്പർ, ഇപ്പോഴത്തെ വാർഡ് മെമ്പർ മധു എന്ന് പറയുന്ന ആളിന് ഇതിൻ്റെ തൊട്ട് മേളിൽ സ്ഥലമുണ്ട്. പുള്ളി റിയൽ എസ്റ്റേറ്റാണ്. പുള്ളിക്ക് ഇത് റിയൽ എസ്റ്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാവ് ഇവിടെ നിന്ന് മാറണം. അതിനു വേണ്ടിയാണ് പുള്ളി ഈ കാവിനെ വെട്ടിത്തെളിക്കാൻ വേണ്ടി ആദ്യം ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന വിഗ്രഹങ്ങൾ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇവിടെ ആരും ഇല്ലാതിരുന്ന സമയത്ത് ഒരു 4-5 പേര് ഇവിടെ വന്ന് വാളുകളായിട്ട് വന്ന് അവർ ഈ മരങ്ങൾ കംപ്ലീറ്റ് മുറിച്ച് ഈ കാവിൻ്റെ മണ്ടയിൽ കൂടെ ഇട്ടു. ഇത് മൊത്തം ഇടുങ്ങി കിടക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ പൂജയും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് കിഴാവക്കുളം മഠത്തിലെ ശങ്കരനാരായണൻ പോറ്റി എന്ന ഒരു തന്ത്രിയാണ്. അവസാനത്തെ പൂജയും അദ്ദേഹം നടത്തിയത് 1 മാസത്തേക്ക് മുമ്പ് തലേ ദിവസം വിളിച്ചു പറഞ്ഞ് ഇനി പൂജയൊന്നും നടത്താൻ വരണ്ട, ഇതിൻ്റെ വിഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി, ഇനി ഇവിടെ കാവൊന്നുമില്ല എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് നമ്മൾ ഈ കാവ് സംരക്ഷണ സമിതി ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. കാവ് നശിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്നിരിക്കെ CPM നേതാവിനെതിരെ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഞാനാണ് വിളക്കെത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കാല് സുഖമില്ലാതായപ്പോൾ എനിക്ക് വിളക്കെത്തിക്കാൻ പറ്റാതായി. പിന്നെ ആരെങ്കിലും ആയില്യത്തിന് പോറ്റി വിളിച്ച് വിളക്ക് എത്തിക്കും. ഇപ്പം ഇതൊന്നും നടക്കാതെ നാഗരിൻ്റെ ഇതെടുത്തോണ്ട് പോയി, നാഗരിൻ്റെ ബിംബം എടുത്തോണ്ട് പോയി. നാഗർ ബിംബം എടുത്തോണ്ട് പോയതിന് ശേഷം വിളക്ക് എത്തിക്കാൻ വയ്യ. അതിനുശേഷം വന്ന് രഹസ്യമായിട്ട് വന്ന് മരങ്ങൾ മുറിച്ചിട്ട് കൂടെ എന്ത് ചെയ്ത് ഇന്നലെ മരുന്നൊന്തരം കൊണ്ടുവന്ന് തളിച്ച് മരങ്ങളെ പടിയിച്ച് കളയാൻ വേണ്ടി. മരുന്ന് തെളിക്കുമ്പോൾ മരം പട്ടുപോകുമല്ലോ, അതിന് വേണ്ടി അയാൾ വേണ്ട കൃത്യം കാണിച്ചു. പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്ത് അവർ വന്ന് പറഞ്ഞു, ഇനി നീ ഇതിനകത്ത് കേരള ഒരു കഷ്ണം തടിയെടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി വൈകുന്നതിനെതിരെയും വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. CPMന്റെ ഹിന്ദു വിരുദ്ധതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കാവ് സംരക്ഷണ സമിതിയും അറിയിച്ചു. ജനം, തിരുവനന്തപുരം.